ബുഖാരി റഹിമഹുല്ലാഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനത്തെ മാർക്കറ്റിൽ നിന്നൊരു മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരം നടന്ന് പിന്നെ റസൂലുള്ളാഹി അവിടെ നിന്ന് തിരിച്ചു വന്നു, ഞാനും കൂടെ തിരിച്ചു വന്നു. എന്നിട്ട് നേരെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ മുറ്റത്ത് വന്ന റസൂലുള്ളാഹി ഐ ലുക കുഞ്ഞുമോനെ കുഞ്ഞുമോനെ എന്ന് റസൂലുള്ളാഹി ഒച്ചത്തിൽ വിളിച്ചു. ഫലം യുജിബുഹു അഹദുൻ, പക്ഷെ ആരും മറുപടി കൊടുത്തില്ല, ആരും പുറത്തേക്ക് വന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി റസൂലുള്ളാഹി വിളിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ കുട്ടിയുടെ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഫാത്തിമ പെട്ടെന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയതാന്ന് എനിക്ക് മനസ്സിലായി. കുറെ നേരം വിളിച്ചിട്ടും ആരെയും കാണാനായപ്പോൾ നബി തങ്ങൾ തൊട്ടടുത്തുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്ന് അതിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, കുറച്ചു നേരം കഴിയുമ്പോണ്ട് ഈ ഹസൻ റളിയല്ലാഹു അൻഹു നല്ല കുളിപ്പിച്ച് കുട്ടപ്പനായിട്ട് ഒരു പ്രത്യേകതരം സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൂട്ടിക്കെട്ടി ഒരു മാല പോലത്തെ ഒരു സാധനവും ധരിച്ചിട്ട് നല്ല മണത്തോടുകൂടി നല്ല മൊഞ്ചോടുകൂടി നബി തങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്നു. ഫൽതസമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽതസമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഹസനെയും ഹസൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. നബി തങ്ങൾ സന്തോഷത്തോടുകൂടി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബു, അല്ലാഹുവേ ഞാൻ ഇവനെ സ്നേഹിക്കുന്നു, ഫഅഹിബ്ബഹു നീയും സ്നേഹിക്കണേ, വഅഹിബ്ബ മൻ യുഹിബ്ബുഹു ഇവനെ സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കണേ റബ്ബേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. അല്ലാഹുവേ ഞങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ മകൾ ഫാത്തിമയെയും അവിടുത്തെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈനെയും അവർ രണ്ടുപേരുടെ ഒപ്പ അലി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നു റബ്ബേ. അവരെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണമെന്ന് ഞങ്ങളുടെ റസൂല് നിന്നോട് ദുആ ചെയ്തിട്ടുണ്ട് റബ്ബേ. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് നിന്റെ സ്നേഹം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അതിനുശേഷം എപ്പോഴൊക്കെ ഞാൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടോ അപ്പോഴൊക്കെ എന്റെ കണ്ണറിയാതെ നിറഞ്ഞൊഴുകുമായിരുന്നു എന്നാണ്. നിങ്ങളുടെ ആ ഒരു ദുആ ആലോചിച്ചിട്ട്